ഹലോ, ഹെയർ സ്പാ ചെയ്താലോ? ഇതാണ് ഹെയർ സ്പാ ചെയ്തതിന് ശേഷം ഉള്ള മുടി. കണ്ടോ, അടിപൊളിയാണ്. ഇപ്പോൾ മുടിയെല്ലാം വളർത്തി നടക്കുന്നതാണല്ലോ ട്രെൻഡ്. അപ്പോൾ ഇതിലേക്ക് കെമിക്കൽസ് യൂസ് ചെയ്താൽ മുടി കൊഴിയാനും നരയ്ക്കാനും പെട്ടെന്ന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കെമിക്കൽസ് ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ സ്പാ തയ്യാറാക്കാവുന്നതാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 1 സ്പൂൺ ഉലുവപ്പൊടി 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം. ഉലുവ മുഴുവനോടെ ആണെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കേണ്ടതാണ്. ഇതിലേക്ക് ആവശ്യമായ വസ്തുക്കൾ എന്താണെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് 3 ചെമ്പരത്തിപ്പൂവ്, 1 പിടി മൈലാഞ്ചിയില, 1 പിടി തുളസിയില, 1 കഷ്ണം കറ്റാർവാഴയുടെ ജെല്ല്, തൊലി കളഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഉലുവ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ റോബസ്റ്റ പഴം. ഞാൻ ഒരാളുടെ തലയിൽ മുടിയിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റോബസ്റ്റ പഴത്തിൻ്റെ പകുതി ഇതിലേക്ക് ചേർക്കുന്നു. ഇത് നന്നായി വെള്ളം ചേർക്കാതെ തന്നെ നരച്ചെടുക്കണം. ഇനി മുടിയിൽ ഏതെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ ഉപയോഗിച്ച് തലമുടിയിൽ തേച്ച് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ജെല്ല് തേക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അധിക നേരമൊന്നും തലയിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സ്പായാണ്. പിന്നെ കെമിക്കൽസ് ഒന്നുമില്ല, മുടിക്ക് യാതൊരു ഡാമേജും ഇല്ല. പിന്നെ വീട്ടിലുള്ള വസ്തുക്കൾ മാത്രമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടി നരയ്ക്കുകയോ കൊഴിയുകയോ ഇല്ല. ഇനി മുടിയിലെല്ലാം ഇത് എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് പിടിപ്പിക്കണം. നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കൈകൾ കൊണ്ട് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. സ്പാ തേച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഇങ്ങനെ 2 പ്രാവശ്യം ആഴ്ചയിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും തലയിലെ താരൻ പോകാനും മുടി കൊഴിച്ചിൽ കുറയാനും സഹായിക്കുന്നതാണ്. പിന്നെ മുടി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നന്നായി തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയണം. നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ മുടിയിലെ രക്തോട്ടം തലയോട്ടിലെ രക്തോട്ടം ഉണ്ടാവുകയും മുടി വളർച്ചയ്ക്ക് നല്ലതുമാണ്. പിന്നെ തലയിൽ താരനുണ്ടെങ്കിൽ അത് പോകാനും നല്ലൊരു മരുന്നാണ്. ഒട്ടും തന്നെ എണ്ണയോ അഴുക്കോ ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കണ്ടോ, സ്പാ ചെയ്തതിന് ശേഷമുള്ള മുടിയാണ്. ജെല്ലോ ക്രീമോ ഒന്നും തന്നെ വേണ്ട, അടിപൊളിയാണ്. താങ്ക് യു ഫ്രണ്ട്സ്.